ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കണം, യേശു മാത്രമേ ഒരു ദൈവമുള്ളൂ. ഈ ഉലകത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വിളിച്ചു പറയുവാനോ അപേക്ഷിക്കുവാനോ ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവാണ്. സകല ദൈവങ്ങളും മരിച്ചടക്കപ്പെട്ടപ്പോൾ മരണത്തിനെ തോൽപ്പിച്ച് മരണപാശങ്ങളെ അറുത്തു കളഞ്ഞ് ജീവനോട് എഴുന്നേറ്റ് നിന്ന ഒരൊറ്റ ദൈവം, അവന്റെ പേര് യേശുവാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നിലപാടുകൾ മാറണം. പ്രശ്നങ്ങൾ വരുമ്പോൾ അയ്യോ എന്ന് പറയാൻ വരട്ടെ. പ്രശ്നങ്ങൾ വരുമ്പോൾ പലതിന്റെ മുന്നിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വരട്ടെ. പല വിശുദ്ധന്മാരെയും ഇടനിലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ വരട്ടെ. നിനക്കൊരൊറ്റ ഇടനിലക്കാരനേ ഉള്ളൂ, അവന്റെ പേര് യേശുവെന്നാണ്. മറ്റൊരു ഇടനിലക്കാരൻ നിനക്കുണ്ടാകരുത്. നിന്റെ വായിൽ നിന്ന് യേശുവെന്നല്ലാതെ മറ്റൊരു നാമമുണ്ടാകരുത്. നിങ്ങൾ എന്നെ പറ്റി ആരെന്നാ പറയുന്നത്? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവ. 11 പേർക്കത് പറയാൻ പറ്റാഞ്ഞ എന്താണ്? അവർ ഇതുവരെയായിട്ട് ക്രിസ്തു ആരെന്ന് അവർക്ക് പിടികിട്ടിട്ടില്ല. ഹലോ, അവര് നടക്കുന്നതും കഴിക്കുന്നതും കിടന്നുറങ്ങുന്നതും യേശുവിന്റെ കൂടെ. പക്ഷേ 11 ഇതുവരെയായിട്ടും യേശു ആരെന്നുള്ള ചോദ്യത്തിന് തൻ്റെ അടുത്തോടെ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ഹൃദയത്തിൻ്റെ അകത്തും ഒരു സംശയമുണ്ട്. ലോകക്കാർ പറയുന്നത് പോലെ ഇവൻ യോഹന്നാൻ സ്നാപകനാണോ, അതോ ഏലിയാവാണോ, ഇനി ഒരു പക്ഷേ യെരമ്യാവായിരിക്കുമോ, അതുമല്ലെങ്കിൽ പ്രവാചകനായിരിക്കുമോ? ആകെ ഒരു കൺഫ്യൂഷൻ. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, ഇതിൻ്റെ അകത്തിരിക്കുന്നവരും എന്നെ കേൾക്കുന്നവർക്ക് ആർക്കാണ്ടൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഇവൻ്റെ കൂടെ നടന്നാൽ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമോ? ഞാൻ ഇവൻ്റെ കൂടെ നടന്നാൽ എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമോ? ഞാൻ ഇവൻ്റെ കൂടെ നടന്നാൽ ലോക രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന ഒരു അഭിഷിക്തനും അഭിഷിക്തയും ആകുമോ എന്നൊക്കെ നിരാശപ്പെട്ടിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലത്തിന്റെ ചിന്താഗതികൾ പൊളിയട്ടെ. അഭിഷേകം തരുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. നിന്റെ തലമുറയെ അനുഗ്രഹിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. നിന്റെ കുടുംബ ജീവിതത്തിനെ അനുഗ്രഹിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ.